ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മാഗിയുടെ റെസിപ്പി ആട്ടോ. നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റും. അതിനായിട്ട് ഉള്ളിയും പച്ചമുളക് തക്കാളി പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മാഗിയുടെ പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മുടെ മാഗിയുടെ പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഞാനിവിടെ മാഗി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് മാഗിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾ എത്രയാണോ മാഗി എടുക്കുന്നത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടൈമിൽ നല്ലോണം ഇളക്കി കൊടുക്കാം, അടി പിടിക്കാനൊന്നും പാടില്ല. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. എല്ലാവരുടെയും മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ച് നേരം. അപ്പോൾ നമ്മുടെ മാഗിയൊക്കെ റെഡി ആയിട്ടാണ്. അപ്പോൾ മുട്ട വെന്ത് വന്നാൽ നമ്മുടെ മാഗി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാഗിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.